വുമൺ ലുക്ക് ക്യൂട്ട് ഇൻ അണ്ടർ ഗാർമെൻറ്റ്സ് കാണുമ്പോൾ ഇറിറ്റേഷൻ തോന്നും. പെട്ടിക്കടയില്ലേ ഈ കുട്ടി നേപ്പാളിയ 4000 വാച്ച് ഹവേഴ്സ് വേണം. ഇനി ഞാൻ പുതിയ വെറൈറ്റി കണ്ടന്റുമായിട്ട് വന്നിരിക്കും. വെറൈറ്റി വല്ലാതെ ഷാൻചി തുടങ്ങാം. ആരംഭിക്കലാമാ. ഇപ്പോൾ സമയം ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചായിരുന്നു 10:58. ഓക്കെ, ഞാനിന്ന് പുതിയ വെറൈറ്റി കണ്ടന്റുമായിട്ട് വന്നിരിക്കുക. വെറൈറ്റി ഒന്നുമില്ല, ഞാൻ കുറേ പേർ കണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു ഉറങ്ങാതിരിക്കുമ്പോൾ ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഉറക്കമുള്ള ദിവസങ്ങളാണ്, പക്ഷേ ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ട്. 4 മണി 5 മണിയൊക്കെ വരെ ഉറങ്ങാതിരിക്കുന്ന ദിവസങ്ങൾ. സോ നമുക്ക് തുടങ്ങാം. ആരംഭിക്കലാമാ. ഒരു തെണ്ടി എന്നെ മാന്തി പറിക്കും ഗൈസ്. കുരുത്തം കെട്ടവനെ നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. ഇവനാണ് എൻ്റെ ഇവിടെ മാന്തി പറിച്ച് വെച്ചേക്ക്. കണ്ടോ? വല്ലാതെ ഷാൻചി. ഇതിനകത്താണ് ഞാൻ ഇതൊരു പഴയ ഡെറിയാണ്, ഇവിടെ കണ്ടു കിടന്ന. അപ്പം ഞാൻ ഇതിനകത്താണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻസ്, ടാസ്കുകൾ എനിക്ക് തന്നെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയുള്ള ഇത് എഴുതി വെക്കുന്നത്. അപ്പം ഞാൻ ഇതിനനുസരിച്ച് ഞാൻ ചെയ്ത് കഴിയുമ്പം ഞാൻ ടിക്ക് ഇട്ട് വെച്ചു. അപ്പം നമുക്ക് എന്തൊക്കെയോ ചെയ്ത് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടില്ലല്ലോ, അങ്ങനെ ഒരു സന്തോഷം കിട്ടും. ഓക്കെ, ഇന്നത്തെ ഇത് ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ട് എൻ്റെ ടാസ്ക്. അപ്പോൾ ആണെങ്കിൽ ഇനി അടുത്ത നാളത്തേക്ക് വേണ്ടിയുള്ള, നാളെ എന്ന് പറയുമ്പം 10-ാം തീയതിയാണ് ഇതെടുക്കുന്ന 9-ാം തീയതിയാണ്. അപ്പം നാളെ എനിക്ക് ഇത് പോസ്റ്റ് ചെയ്യണം. നാളെയോ ഇല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞോ. അപ്പം നാളെ വ്ളോഗ് എഡിറ്റ് ചെയ്യണം. ഡയറി എഴുതണം. അതിന് മുമ്പ് കണ്ടു നിങ്ങളിത് കാണും. ഞാനൊരു ഇസ്തറ്റിക്കലായിട്ട് ഡയറി ഒരു ക്ലീൻ ലുക്കിലുള്ളത് വാങ്ങിച്ചാൽ ലവന്മാർ വന്നിത് നിങ്ങളൊക്കെ ഈ വർഷത്തെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയോ ഗൈസ്? ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കാണിക്കാം. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം തെരേസ പ്രിൻ്റ് എടുത്ത് 30 രൂപ കൊടുത്തിട്ട് പൊട്ടയായിട്ട് പ്രിൻ്റ് എടുത്തു, ക്വാളിറ്റി ഇല്ലാത്ത പ്രിൻ്റും എടുത്തുകൊണ്ട് വന്നേക്കുക. വൃത്തികെട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് വേണം. എനിക്ക് 2K ഫോളോവേഴ്സായി ഇതൊക്കെ ഞാൻ വരച്ച് വെച്ചു. നമ്മളിങ്ങനെ ഓരോ ദിവസം സ്പെഷ്യലായിട്ടുള്ള എന്താണോ അതൊക്കെ വരച്ച് വെക്കണം. അല്ല, ആ ദിവസം എന്താണ് ഇതായിട്ടുള്ളത്. അപ്പം ഇന്നലെ എനിക്ക് എന്തൊക്കെ മണ്ടത്തരമാണ് എഴുതി വെച്ചേക്കുന്നതൊന്നും കണ്ട് ഇതുണ്ടോ അത് അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ വരച്ച് വെക്കും. This girl is the nastiest skank bitch I've ever met. Do not trust her. She is a fugly slut.
ഈ ലാമ്പ്, ഈ സ്റ്റാൻഡ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ആക്ച്വലി ഇവിടെ ഒരു ഹോളിട്ടിട്ട് ഇതിലേക്ക് ഓടി ഇറക്കി. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യും നല്ലതാണെങ്കിൽ. പിന്നെ ഇത് ഞാൻ അവിടെ കിടന്നൊരു പീസ് വെച്ച് ഉണ്ടാക്കിയെടുത്താണ്. ഈ ട്രേ ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ ലാമ്പ്. പിന്നെ ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് എക്സോ കളിക്കുന്ന എക്സ് നേരെ അങ്ങനെ ഇത്ര സാധനമൊക്കെ കളിക്കാൻ പറ്റും. അവിടെ ഹോള്, ഇതിനകത്ത് നമ്മളിങ്ങനെ കയറ്റി വെക്കും. ഇത് പെയിൻ്റ് അടിക്കണം. പകുതി എണ്ണത്തിന് ബ്ലാക്കും ബാക്കി പകുതിക്ക് വൈറ്റും. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർക്ക് ഇങ്ങനത്തെ പാറ്റേൺസ് കാണുമ്പോൾ ഇറിറ്റേഷൻ തോന്നും. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ബ്രഷ് വെക്കുന്ന ഒരു ഹോൾഡർ ഉണ്ടാക്കി. അത് ഞാൻ നോക്കി, ബ്രഷ് ഹോൾഡർ ഇപ്പം കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ അങ്ങനെ എടുക്കാം. ആരോ എഡിഷയുടെ ഫോളോവേഴ്സ് ഒരു ആൻറ്റി ചോദിച്ചു, എനിക്ക് വായിക്കുന്ന ശീലമുണ്ടോ? ഇല്ല, ഞാൻ വായിക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് നേരത്തെ ഞാൻ വായിക്കുമായിരുന്നു പണ്ട്. ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ മലയാളം മാത്രമേ അവിടെ ഉള്ളൂ. മലയാളമാണ് നല്ലത്. ശരി, കുറച്ചേ വായിച്ചിട്ടുള്ളൂ. ഞാൻ ഓരോ ദിവസവും ഒരു തുള്ളി വെച്ച് വായിച്ച് അങ്ങനെ ഇഷ്ടപ്പെടാൻ നോക്കുവാണ്. നല്ല കാര്യമാണ്. ഫോണിലൊന്നും നോക്കാതെ അത്രയും സമയം നമ്മൾ നല്ലതായിട്ട്. ഇവനെന്നെ മാതി പറിക്കുക ഗൈസ്, ഇവിടെ താഴെ ഇരുന്നത്. ഇത് കണ്ടോ, ഇതാ ലൈബ്രറിൻ്റെ കൊച്ചിനിക്ക് പടം വരച്ചു തന്നാ. നല്ല രസമില്ലേ? ക്യൂട്ടായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഇത് കുറച്ച് നേരം ഇരുന്ന് വായിക്കാം. ഒരുപാടൊന്നും വായിക്കത്തില്ല, 2-3 പേജ്. ഒരു Q&A സെക്ഷനും കൂടി ആവാം എന്ന് വിചാരിച്ചു. ഇനി സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് ഈ കോഴ്സ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ക്രാഫ്റ്റ് ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് ഞാനാണെങ്കിൽ പഠിക്കാൻ പോയേക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കണ്ടോ, ഞാൻ വാക്സ് ചെയ്യാറില്ല. പക്ഷെ മീശ ഞാൻ ശരി. വിഷയ ദാരിദ്ര്യമാണ് ഗൈസ്, എനിക്കൊന്നും പറയാനില്ല. ആണെങ്കിൽ ഫീമെയിൽസ് കുറവാണ് എൻ്റെ ഓഡിയൻസ്. എൻ്റെ പഴയ ഫോണും വിവോയാണ്, പുതിയ ഫോണും വിവോയുടെയാണ്. പിന്നെ ഞാനാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഇൻഷോട്ടാണ്. തംബ്നെയിലൊക്കെ ക്യാൻവയിലാണ് ചെയ്യുന്നത്. 81.8% മെയിലും ഓഡിയൻസ് ഫീമെയില് 18.2%. മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. 4000 വാച്ച് ഹവേഴ്സ് വേണം. അതിന് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം. അത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ കമൻ്റ് ഇടുന്നവർ നേരത്തെ കമൻ്റ് ഇട്ടവരാണോ, നേരത്തെ ഏത് വീഡിയോയ്ക്ക് ഇങ്ങനത്തെ കമൻ്റായിട്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബംഗാളിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ്ടൊക്കെ. ആക്ച്വലി ഞാൻ ബംഗാളിയല്ല. ബംഗാളിയായിരുന്നു എന്ന് പറയാം, പക്ഷെ ബംഗാളിയല്ല. വേറെ ഒന്നും പറയാനില്ല. പിന്നെ എന്താണ്, അയ്യോ ഇവിടെ വൃത്തികെട്ടവനെ, ഇവിടെ വാടാം, ഇറങ്ങി വാടാം. പിന്നെ ഞാൻ ബൈസെക്ഷുവലാണോ ലെസ്ബിയനാണോ എന്നൊക്കെ ചോദിച്ചവരോട് അത് പറയേണ്ട ആവശ്യമില്ല ആക്ച്വലി. You want to know something? Yeah. എനിക്ക് തന്നെ അറിയത്തില്ല. ഞാനാണെങ്കിൽ കുറേ നാളത്തെ റിലേഷൻഷിപ്പിലൊന്നും ആയിട്ടില്ല.
ആകെപ്പാടെ ഒരാളുമായിട്ട് മാത്രമേ ഞാൻ റിലേഷൻഷിപ്പിൽ, അത് 6 മാസം അത് ഓൺലൈനിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ബൈസെക്ഷലായിരിക്കും. കാരണം എനിക്ക് ഫിസിക്കലി അട്രാക്ഷൻ മെയിലിനെ തോന്നുന്നു. പിന്നെ ഇമോഷണലി അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഫീമെയിൽസിനോട് മാത്രമാണ്. അപ്പം എനിക്കറിയത്തില്ല. ആക്ച്വലി അത് ഡസൻറ്റ് മാറ്റർ. ഞാൻ എന്നായാലും ഒരു റിലേഷൻഷിപ്പിലാകാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഭാവിയിൽ ഞാൻ ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. സീരിയസ് ആയിട്ട് പറയും. സീരിയസ് ആയിട്ടൊന്നുമില്ല, എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം, അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അങ്ങനെ പണ്ട് തൊട്ടേ ഞാൻ അങ്ങനത്തെ ഒരു കല്യാണം കഴിക്കുക, അതിനൊന്നും റൊമാൻറ്റിസൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ എനിക്ക് ഒരു ക്രഷ് ഉണ്ടായിരുന്നു, കുറേ വർഷമായിട്ട് ഒരാൾ തന്നെ. അപ്പം ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാണ്? പിന്നെ എനിക്ക് ആരോടും അങ്ങനത്തെ ഒരു ക്രഷൊന്നും തോന്നിയിട്ടില്ല. അത് നമുക്ക് ആ വിഷയം വിടാം. പിന്നെ കമൻറ്റ്സ് റിയാക്ഷൻ സെഗ്മെൻറ്റ്. പിന്നെ ന്യൂഡിറ്റി നല്ലൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഉള്ള കഴിവ് വെച്ച് വീഡിയോ ഉണ്ടാക്കി. ഞാനാണെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഡ്രസ്സ് മാറുന്ന പുറകിൽ നിന്നുള്ള ഇതിട്ട് അതിനാണ് ഈ ന്യൂഡിറ്റി എന്നൊക്കെ പറഞ്ഞ് കിടന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല. പിന്നെ ബോണസ് കണ്ടൻറ്റ് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. പിന്നെ അത് കണ്ടപ്പോഴേ കയറിയോ എൻജോയ്ഡ് ഷീ അപ്ലോഡ് പർപ്പസ്ഫുള്ളി റൈറ്റ് സോ ജസ്റ്റ് പ്രൊമോട്ടിങ്. ഒന്നും പറയാനില്ല. കോട്ടയമാണല്ലോ. ബൈ അണ്ണ തമിഴ്നാട്ടുകാരിയാണ്. ആക്ച്വലി ഞാൻ തമിഴ്നാട്ടുകാരിയല്ല. തമിഴ്നാട്ടിൽ എനിക്ക് ഫ്രണ്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള എനിക്കൊരു ഫ്രണ്ടുണ്ട്, ചെല്ലമ്മ. ഈ കുട്ടി നേപ്പാളിയാ. ഷാരൂഖ് ഖാൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ശില്പം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. പേര് ശില്പ കലോട്കർ. ഓക്കെ. Women look cute in undergarments. Women are the most beautiful creature in the creation of the God. എൻ്റെ പിരിക ഞാൻ സ്വന്തമായിട്ട് ത്രെഡ് ചെയ്തതാണ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ കരണ്ടിപ്പോയി, ഇവിടുന്ന് ഇങ്ങോട്ടും പോയി. അതെന്നാന്നറിയാം, ഞാനിങ്ങനെ ഇങ്ങനെ എൻ്റെ ചെരുപ്പ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ പോയി, ഇവിടുന്ന് ഇങ്ങനെ പോയി. ഇപ്പോൾ കുറച്ച് വളർന്നിട്ട് ഇങ്ങനെ ഇരിക്കും, തിക്കായിട്ടിരിപ്പുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല. അത് ഇന്നലെ അല്ല, പണ്ട് തൊട്ട് എനിക്ക് ഒരു ലക്ഷ്യമില്ല. ഇന്നതാ. People ask me, do you have a dream job? A dream job? People dream about jobs now, eh? Can I be honest, y'all? I don't want a dream job. I don't want a job. Like, who even came up with that term? Dream job. Please stop asking me such absurd questions. ആകണമെന്നൊന്നും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ മടത്തി പോകാമെന്ന്. ഞാനാണെങ്കിൽ പണ്ട് തൊട്ട്, എന്നിട്ട് 10ാം ക്ലാസ്സിലും +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനാണെങ്കിൽ എല്ലാവരോടും പറയുന്നത് ഞാൻ മടത്തി പോകാൻ പോകുന്നത്. അതാകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ, അതാകുമ്പോൾ വൃത്തിക്ക് എല്ലാ ദിവസവും ചിട്ടയ്ക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അതിന് ഫുഡും അക്കോമഡേഷനും ഉണ്ട്. അവർ ചെയ്യുന്നതിൻ്റെ ടീച്ചിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തങ്ങനെ ജീവിക്കുക. എനിക്ക് ലക്ഷ്യമൊന്നുമില്ല. കാരണം എനിക്ക് കല്യാണം കഴിക്കുന്ന ഇഷ്ടമില്ല. അപ്പം ഞാനാണെങ്കിൽ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. പിന്നെ അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞാൻ ഒരു എത്തിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഇതിൽ പോകുന്നത് എനിക്ക് പറ്റിയ പരിപാടിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിപ്പോഴൊന്നുമല്ല, കുറച്ച് നാളായിട്ടുള്ളൂ. കുറച്ച് നാളല്ല,
ഞാനാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് മഠത്തിൽ പോകാനിരുന്നപ്പോഴാണ് എന്നെ കൊണ്ടമ്മ ഗ്രാഫിക്കൽ ഡിസൈനിങ്ങിനും 3D ആനിമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സിന് കൊണ്ട് ചേർത്തത്. അതിന് പോയിട്ട് വല്ല ഗുണമുണ്ടോ? കുഴപ്പമില്ല. പഠിച്ചതെന്ന് വെച്ചാൽ ഡിഗ്രി പഠിച്ചു, സോഷ്യോളജി, BA സോഷ്യോളജി എടുത്ത്. എന്തിനാ എനിക്കറിയത്തില്ല. ഞാൻ അതെടുത്ത്. അത് 3 മാസം കണ്ട് വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റിയ പരിപാടിയില്ല. ഞാൻ അവിടെ ആരോടും മിണ്ടത്തുമില്ല, സംസാരിക്കത്തുമില്ല. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ട്. ഇതെന്നെ ഞാൻ പക്ഷേ എനിക്ക് എന്തെങ്കിലും ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അത് കുറേ ഞാൻ സംസാരിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവരൊക്കെ പറയുന്നത് ഞാൻ ഒന്നും മിണ്ടുന്നില്ലെന്ന്. പിന്നെ എനിക്ക് ഇഷ്ടമില്ല എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ പണിക്ക് റോബോട്ടൊക്കെ പോകുന്ന പോലെ എനിക്കിഷ്ടമില്ല. എൻ്റെ ഒരു ഇതല്ല. എനിക്ക് അങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കാനോ അങ്ങനത്തെ ഓഫീസിൽ പോയിരുന്ന അങ്ങനത്തെ ഇത് എനിക്കിഷ്ടമില്ല. പോട്രി പഠിച്ച് അങ്ങനെ ഓരോന്നൊക്കെ പഠിച്ച് അങ്ങനെ ഇങ്ങനെ കടുകുന്ന്. എന്നിട്ട് എനിക്കാണെങ്കിൽ ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. എൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് എൻ്റെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പേര് മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു കാര്യം തന്നെ എനിക്ക് കുറേ നാൾ ചെയ്തുകൊണ്ടിരിക്കുകയില്ല. ആദ്യമേ ഞാൻ എന്തോ ബുക്കൊക്കെ അതിൻ്റെ ട്രഡീഷണലായിട്ടുള്ള മഞ്ചാടിക്കുരുവിൻ്റെ ഒക്കെ പോലത്തെ അങ്ങനത്തെയൊക്കെ മാലയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ കുറച്ചും കൂടി വേറെ ടൈപ്പ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ടേസ്റ്റേ മാറി. അത് ഞാനാണെങ്കിൽ ക്രോഷേ ചെയ്ത് അതൊക്കെ ചെയ്ത് അത് ഞാൻ പക്ഷേ കൊടുത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ഞാൻ കുറേ വേറെ ഏതാണ്ട് സാധനം പഞ്ചിങ് നീഡിൽ വെച്ചിട്ടുള്ള സാധനം ചെയ്ത് അങ്ങനെ കുറേ വേറെ ഏതാണ്ടൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം തോന്നിയതാണിത്. കാർപ്പൻട്രി പഠിക്കുന്നത്. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്കല്ല, ഇതെനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പണ്ടൊക്കെ ഇങ്ങനത്തെ വീഡിയോ ആണ് ഇങ്ങനെ ഇതൊക്കെ ഇതാക്കാൻ വേണ്ടിയുള്ള ഡ്രില്ലൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഞാനെന്തോ വലിയ സംഭവമായാലും അങ്ങനെ ഒരു ഫീലിംഗ് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അതുപോലെയാണ് ഞാൻ ഇപ്പോൾ ഇത് പഠിക്കാൻ പോയിരിക്കുന്നത്. എന്ത് മണ്ടത്തരമൊക്കെയാണ്, എനിക്കൊരു ബോധമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഒരു ചെറിയ കടയൊക്കെ ഇട്ട്, ചായക്കടയോ പെട്ടിക്കടയല്ലല്ലോ, അതെ, പണ്ടത്തെ പാട്ടൊക്കെ ഇട്ട് അങ്ങനത്തെ സാധനവും ഇല്ലെങ്കിൽ ഒരു ഫാമൊക്കെ നടത്തി അവിടുത്തെ പച്ചക്കറി ഞാനും ചുറ്റിനും ആൾക്കാരൊന്നും പാടില്ല. കുറേ ഏക്കർ സ്ഥലം വേണം. അതാകുമ്പോൾ അടുത്തോട്ടൊന്നും ആൾക്കാർ വരില്ല. എന്നിട്ട് ഞാനും തെരേസയും എലീഷയും അനുവും ഉണ്ടെന്ന് പറഞ്ഞു. റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ഞങ്ങളെല്ലാം ഒന്നിച്ച് അങ്ങനെ ഒരു ഇതാണ് ഞാൻ സമാധാനമായിട്ട് ഞാൻ എൻ്റെ എല്ലാ പ്ലാൻസും പറഞ്ഞു. ശരിക്കും നമ്മളിങ്ങനത്തെ കാര്യമൊന്നും അങ്ങനെ നമ്മൾ ചെയ്ത് മൊത്തം കഴിഞ്ഞു കഴിഞ്ഞാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വാസം ഇല്ലെങ്കിലും ഇടയ്ക്ക് ഞാൻ ഇങ്ങനത്തെ പറയുന്നതൊക്കെ എനിക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. അതെന്താണ്? പക്ഷെ ഞാൻ പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ഇത്രയൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള പ്ലാൻസാണ് എനിക്ക്. ഓക്കെ പ്ലീസ്, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ